بسم الله الرحمن الرحيم. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഉത്തമ കുടുംബിനിയെ കുറിച്ച് പഠിപ്പിച്ചിട്ടുള്ള ഹദീസിന്റെ ശകലങ്ങളാണ് നമ്മൾ വിഷയമാക്കിയിട്ടുള്ളത്. പൊതുവെ എല്ലാ മേഖലകളിലും മനുഷ്യർക്ക് പരിജ്ഞാനമുണ്ട് എങ്കിലും കുടുംബജീവിതത്തിന്റെ വ്യവസ്ഥയെക്കുറിച്ച് മനുഷ്യർക്ക് കേവലജ്ഞാനം പോലുമില്ല എന്ന ഒരു ദുരവസ്ഥ നമ്മുടെ പരിസരങ്ങളിലെ ചില വിവാഹ വിഷയങ്ങളിൽ ഇടപെടുമ്പോൾ കാണാൻ കഴിയുന്നു, അറിയാൻ കഴിയുന്നു. MBBS പഠിച്ചവരുടെ പോലും കുടുംബ വിഷയങ്ങളിൽ ഇടപെടുമ്പോൾ അവർ ജീവിതത്തിൽ ഒരുപാട് പഠിച്ചവരായിരിക്കും, ഒരുപാട് അനുഭവമുള്ളവരായിരിക്കും. പക്ഷേ ഭാര്യയാണോ ഭർത്താവാണോ വലുത് എന്ന തർക്കത്തിൽ ഇതുവരെ അവർക്ക് ഉത്തരം നൽകുന്ന ഒരു പ്രത്യയശാസ്ത്രം കയ്യിലില്ലാതെ പോകുന്ന അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏത് ചോദ്യത്തിനും ഉത്തരമുള്ള പരിശുദ്ധ ഖുർആനും ഹദീസും നമ്മുടെ കയ്യിലുള്ളപ്പോൾ അള്ളാഹുവിന്റെ ദീന് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നമ്മുടെ തർക്കങ്ങളിൽ ആർക്കാണ് മുൻതൂക്കമെന്ന്. സംശയിക്കേണ്ട ഖുർആൻ വളരെ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്, അർരിജാലു ഖവ്വാമുന അലൻ നിസാ. ആണിന് പെണ്ണിനേക്കാൾ അള്ളാഹു ചില ശ്രേഷ്ഠതകൾ കൽപ്പിച്ചിട്ടുണ്ട്. ഭർത്താവ് ഭാര്യയ്ക്ക് ചെലവ് കൊടുക്കുന്ന സന്ദർഭത്തിൽ ആ ഒരു കാരണത്തെ വലിയ ഗൗരവത്തോടുകൂടെ ഏറ്റെടുത്ത് ഭർത്താവ് ഭാര്യയുടെ മേൽ അധികാരമുള്ളവനാണെന്ന് സ്ഥാപിക്കുകയാണ് പരിശുദ്ധമായ ഖുർആൻ. അധികാരം എന്നത് ഒരു ആധിപത്യ സ്വഭാവമല്ല, നേരെ മറിച്ച് പെണ്ണിനെ സംരക്ഷിക്കലാണ് അതിൽ നിന്നും മനസ്സിലാക്കപ്പെടേണ്ടത്. ഒരു പെണ്ണിനെ ഭർത്താവ് സംരക്ഷിക്കുന്നു, ഭർത്താവിന് മുന്നേ അവൾക്ക് കിട്ടിയിരുന്ന സംരക്ഷണം അവളുടെ പിതാവിന്റെ കയ്യിൽ നിന്നാണ്. അതായത് പിതാവിന്റെ വാത്സല്യവും സ്നേഹവും ഒരു ഭർത്താവിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നെ ഒരു ഭർത്താവ് ഭാര്യയ്ക്ക് നൽകുകയാണ് ഇവിടെ യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കപ്പെടുന്നത്. അള്ളാഹു നമ്മുടെ കുടുംബ ജീവിതങ്ങളിലൊക്കെ സന്തോഷം നിലനിർത്തി തരട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ഭർത്താവും ഭാര്യയും തമ്മിലുള്ള പ്രശ്നങ്ങളിൽ ഭാര്യക്കാണ് സ്ഥാനം കൂടുതലെന്ന് ആധുനിക സംഘബോധത്തെ മുൻനിർത്തി ചില സ്ത്രീകൾ അത് വല്ലാതെ പ്രചരിപ്പിക്കാനും അതിൽ അടിയുറച്ച് വിശ്വസിക്കാനും തയ്യാറാകുന്നില്ല. മുസ്ലിം കുടുംബങ്ങളിലെ വിഷയമാണ് പറയുന്നത്. തികച്ചും അത് വളരെ വിരോധാഭാസമാണ് എന്ന് നാം മനസ്സിലാക്കും. ഭർത്താവിന്റെ പൊരുത്തം ഉണ്ടെങ്കിലേ ഭാര്യയ്ക്ക് സ്വർഗമുള്ളൂ എന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധ ഇസ്ലാം. ഭർത്താവിന്റെ സമ്മതവും പൊരുത്തവും പെണ്ണു നേടിയെടുക്കുക എന്നത് അവളുടെ സ്വർഗലബ്ധിക്ക്, അവളുടെ ആത്മബോധത്തിന്റെ പൂർത്തീകരണത്തിന് അനിവാര്യമായ ഘടകമായാണ് പരിശുദ്ധമായ മതം പറഞ്ഞിട്ടുള്ളത്. നമുക്കൊരു ഹദീസ് പരിചയപ്പെടാം. ഇമാം തുർമുദിയുടെ ജാമിഉൽ കാണാവുന്ന ഹദീസ്, മഹാനായ ഇമാം ഇബ്നു മാജ അവിടുത്തെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അടിസ്ഥാനപരമായി ഇസ്ലാമിക വിശ്വാസ ആചാരങ്ങളിലൂടെ ജീവിക്കുന്ന തെറ്റുകളൊന്നും ചെയ്യാത്ത ഒരു സാധാരണക്കാരിയായ മുസ്ലിം പെണ്ണ് മരിച്ചു. അവളുടെ ഭർത്താവിനെ സംബന്ധിച്ച് ഇവളെ വലിയ സന്തോഷത്തിലും വലിയ തൃപ്തിയിലുമാണ് കൊണ്ടു നടന്നത്. മരണപ്പെട്ടവളോട് ഭർത്താവിന് പൊരുത്തമാണുള്ളത്. അവളോട് ഒരു വിരോധമോ വെറുപ്പോ ദേഷ്യമോ ഒന്നുമില്ല, അവളോട് നല്ല പൊരുത്തമുള്ളത്. ഭർത്താവിന്റെ പൊരുത്തത്തോടുകൂടെ ഒരു പെണ്ണിനെ മരിക്കാൻ കഴിഞ്ഞാൽ ആ മരിച്ച പെണ്ണിന് സ്വർഗമാണെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പെണ്ണ് മരണപ്പെട്ട അവളുടെ ഭർത്താവ് അവളോട് വല്ലാത്ത തൃപ്തിയുള്ള മനുഷ്യനാണ് എങ്കിൽ ദഖലത്തിൽ ജന്ന, അവൾ സ്വർഗത്തിൽ കടന്നു കഴിഞ്ഞെന്ന് അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭർത്താവിന്റെ സമ്മതം വേണം എവിടെയൊക്കെ പോണെങ്കിൽ. അത് ഇക്കാക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ ഇപ്പൊ എവിടെ പോയാലും കുഴപ്പമില്ല, അങ്ങനൊന്നുമില്ല. ഓരോന്നിനും ഭർത്താവിനോട് ചോദിക്കണം. എവിടെ പോകണമെന്ന് ഭർത്താവ് തീരുമാനിക്കണം. എപ്പ പോകണം എപ്പ വരണമെന്ന് പറയാനുള്ള അവകാശം അയാളുടേതാണ്, ആ അധികാരം അയാളുടേതാണ്. നിനക്ക് അവകാശമില്ല. ഭർത്താവ് കണ്ടോ, ഒരു സംഭവം കണ്ടോ, ഇമാം ഗസാലി അവിടുത്തെ ഇഹ്യാഇൽ ഉദ്ധരിക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ, ഒരു സഹാബിയായ മനുഷ്യൻ ഒരു യാത്ര പോവാൻ തീരുമാനിച്ചു. ഒരു സഹാബി, അയാൾ ജീവിക്കുന്നത് ഉയരമുള്ള ഒരു ഭാഗത്താണ്, അയാളുടെ വീട് ഇരിക്കുന്ന ഒരു കുന്നിന്റെ മുകളിലാണ്. അദ്ദേഹം ഒരു യാത്ര പോകാൻ തീരുമാനിച്ചു. അദ്ദേഹം ഭാര്യയോട് പറഞ്ഞത്, ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ആവശ്യമില്ലാതെ താഴത്തേക്ക് ഇറങ്ങേണ്ട കാര്യമൊന്നുമില്ല, നീ ഈ കുന്നിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങരുത്. ഞാൻ യാത്ര പോയിട്ട് തിരിച്ചു വരുന്നവരെ നീ അവിടെ ഉണ്ടാവണം. ഒരു കാരണവശാലും പുറത്തേക്ക് പോകരുത്, താഴേക്ക് ഇറങ്ങരുത്. വളരെ അപകടം പിടിച്ചൊരു ഭാഗമാണത്, ഒരു മലയുടെ മുകളിലാണ്.
പക്ഷേ അവിചാരിതമായ ഒരു സംഭവം ഉണ്ടായി. ഈ മലയുടെ താഴേക്ക് ഇറങ്ങിയാലാണ് ഈ പെണ്ണിന്റെ പിതാവിന്റെ വീടുള്ളത്. അതായത് ഇവളുടെ വീട് ഇതിന്റെ താഴെ ഉള്ളത്. ഇവളിപ്പോ താമസിക്കുന്ന ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് താഴേക്ക് ഇറങ്ങണ ഇവളുടെ വീട്ടിലേക്ക് പോണേ. ഇദ്ദേഹം ജോലിക്ക് പോയി, യാത്രയിൽ പോയി തിരിച്ചു വരുന്നവരെ മുകളിൽ നിന്ന് ഇറങ്ങരുതെന്നും പറഞ്ഞു. ഇയാള് പോയി കഴിഞ്ഞ് കുറച്ചു കഴിഞ്ഞപ്പോ ഈ പെണ്ണിന്റെ വാപ്പാക്ക് സുഖമില്ലാതെയായി. വാപ്പാക്ക് സുഖമില്ല നബിയേ, ഞാൻ എന്റെ ഭർത്താവ് ഇവിടെ നിന്ന് ഇറങ്ങരുതെന്നാ പറഞ്ഞത്, ഇവിടെ ഇരുന്നോളാനാ പറഞ്ഞത്. വാപ്പാക്ക് സുഖമില്ലാത്ത വിവരം അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹം പോയ ശേഷമാണ് അസുഖം വന്നത്. ഞാൻ ഇവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി എന്റെ വീട്ടിലേക്കൊന്ന് ചെല്ലാൻ, എന്റെ വാപ്പാനെ, സുഖമില്ലാത്ത വാപ്പാനെ കാണാൻ. ഭർത്താവ് ഇങ്ങനെ ഒരു ക്രോസ് വെച്ചതിന്റെ പേരിൽ, താഴേക്ക് ഇറങ്ങല്ലേ, ഇവിടെ നിന്ന് പോവല്ലേ എന്ന് പറഞ്ഞതിന്റെ പേരിൽ എനിക്ക് പോവാൻ പറ്റുന്നു തോന്നുന്നില്ല. മതപരമായ ഏതെങ്കിലും ഒരു വിട്ടുവീഴ്ച എനിക്ക് അങ്ങോട്ട് പോവാൻ ഉണ്ടോ നബിയേ എന്ന് ഈ സ്വഹാബി വനിത ആളെ പറഞ്ഞയച്ചു ചോദിച്ചു. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അത്വഈ സൗജകി, പെണ്ണേ, നിന്റെ ഭർത്താവ് പറഞ്ഞത് നീ അനുസരിച്ചാൽ മതി, പോവേണ്ടതില്ല, വീട്ടിലിരുന്നാൽ മതി. നബിയെ, വാപ്പാക്ക് സുഖമില്ല. ഈ പെണ്ണെന്ത് ചെയ്തു? ഈ പെണ്ണ് ചില റിവായത്തിൽ കാണാം, ആവർത്തിച്ച് ആള് ചെന്നിട്ടുണ്ട്. വാപ്പാക്ക് അസുഖം കൂടുതലാണ്, പൊയ്ക്കോട്ടെ, വേണ്ട, ഭർത്താവ് പറഞ്ഞത് അവിടെ നിന്ന് പുറത്തിറങ്ങരുതെന്ന, അവിടെ ഇരുന്നോ എന്ന. അവസാനം ആ വാപ്പ മരിച്ചു. ആ വാപ്പ സ്വർഗത്തിൽ പോവാനുള്ള അമലൊന്നുള്ള വാപ്പായല്ല. ഒരു പൂർണ്ണമായ അർഹത, സ്വർഗം നേടാനുള്ള യോഗ്യത എന്നുള്ള മനുഷ്യനല്ല ഈ പെണ്ണിന്റെ വാപ്പ. മരിച്ചുപോയി അദ്ദേഹം. രോഗിയായപ്പോ കാണാൻ പോകാൻ പറ്റിയ വാപ്പ ഏതായാലും മരിച്ചു. വാപ്പക്ക് സ്വർഗം ഒന്നും ഉറപ്പിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലൂടെ ജീവിച്ച മനുഷ്യനാണ്. ഈ പെണ്ണ് മരണപ്പെട്ട വാപ്പ മരിച്ച വിവരം പറയാൻ വേണ്ടി ഹബീബായ പ്രവാചകന്റെ അടുക്കിലേക്ക് ആളെ പറഞ്ഞയച്ചു. ഇനിയെങ്കിലും ഞാനൊന്ന് പൊയ്ക്കോട്ടെ നബിയേ. അവിടുന്ന് പറഞ്ഞു, അത്വഈ സൗജകി, നിന്റെ ഭർത്താവിനെ നീ അനുസരിക്ക പെണ്ണെ, പോവേണ്ടതല്ല, നിന്നോട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുന്നല്ലേ പറഞ്ഞത്? അതെ, അന്ന് വീട്ടിലിരിക്കാം. അങ്ങനെ അവസാനം ഈ പിതാവിനെ മറവ് ചെയ്തു. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മയ്യത്ത് പരിപാലനത്തിൽ പങ്കെടുത്തതാണ്. മയ്യത്ത് മറവ് ചെയ്ത് ഖബറടക്കി അവിടെ നിന്ന് ദുആയൊക്കെ കഴിഞ്ഞ ആളുകൾ പിരിഞ്ഞപ്പോ ഒരു സ്വഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ചിട്ട് ഈ സഹോദരിയുടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. ആ സഹോദരിയോട് നീ പറയണം, മോനെ, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞയച്ചതായി ചെന്ന് പറയണം, ഇന്നല്ലാഹ ഖദ് ഗഫറ ലി അബീഹാ, ആ പെണ്ണിന്റെ വാപ്പാക്ക് അള്ളാഹു പുറത്തു കൊടുത്തെന്ന് നീ പോയി പറയുമോനെ. കാരണം എന്തെന്നറിയോ? അദ്ദേഹം ചെയ്ത പാപങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹം ചെയ്ത തെറ്റുകൾ അള്ളാഹു വേണ്ടാന്ന് വെച്ച് പടച്ച റബ്ബ് അദ്ദേഹത്തെ സ്വർഗാവകാശിയാക്കിയതിന്റെ കാരണം എന്തെന്നറിയുമോ? ഈ വാപ്പാടെ മോള് ഭർത്താവിനെ അനുസരിക്കാന്നുള്ള ഒരു പുണ്യകർമ്മം ചെയ്തിട്ടുണ്ടല്ലോ, അത് അള്ളാഹുവിന് ഇഷ്ടായി. അതുകൊണ്ട് ആ മോള് ചെയ്ത ഈ പുണ്യകർമ്മത്തെ പരിഗണിച്ച് ആ മോളുടെ വാപ്പാക്ക് അള്ളാഹു സ്വർഗം കൊടുത്തു എന്ന് പറയേ എന്ന് സ്വഹാബിയെ പറഞ്ഞേൽപ്പിച്ചു മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇഹ്യായിൽ ഈ സംഭവം ഇമാം ഗസാലി ഉദ്ധരിക്കുന്നതായി കാണാം. അത്രത്തോളം ഭർത്താവിനെ അനുസരിക്കുക എന്നത് ഭാര്യയെ സംബന്ധിച്ച് വലിയ കർശനമായ ഭാഷയിൽ ഇസ്ലാം അവളെ നിർദ്ദേശിച്ചിട്ടുള്ള കാര്യമാണ്. അള്ളാഹു നമ്മുടെ ഭാര്യമാർക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. ഇനി കണ്ടോ, മറ്റൊരു ഹദീസ് കണ്ടോ, 3 വിഭാഗം ആളുകളുടെ തലയുടെ മുകളിൽ ഒരു ചാണപ്പുറത്തേക്ക് അവർ ചെയ്ത അമലുകൾ ഉയർത്തപ്പെടൂല. 3 വിഭാഗത്തിന്റെ അമല്, എത്ര അമല് ചെയ്താലും അള്ളാഹു സ്വീകരിക്കില്ല ഈ 3 വിഭാഗത്തിൻ്റെത്. ഒരു ചാൺ പോലും മുകളിലേക്ക് ഈ അമല് ഉയർത്തപ്പെടൂല 3 വിഭാഗത്തിൻ്റെത്. ഒന്നാമത്തെ വിഭാഗം, വറജുലുൻ അമ്മ ഖൗമൻ വഹും ലഹു കാരിഹൂൻ, ഒരു ജനതയുടെ നായകനായി അവരോധിച്ച മനുഷ്യൻ. മൂപ്പര് ആ നാട്ടിലെ നേതാവാണ്, പക്ഷെ മൂപ്പരുടെ ഭരണീയരായ അദ്ദേഹം നേതൃത്വം നൽകുന്ന ആ സഭയിലുള്ള ആളുകൾക്കൊന്നും പുള്ളിയോട് ഇഷ്ടമല്ല, വെറുപ്പാണ്. അങ്ങനെ വെറുപ്പിന്റെ കൂടെയാണ് മൂപ്പര് ഇപ്പോ അധികാരത്തിൽ വന്നിരിക്കുന്നത്. അത്രയും ബുദ്ധിമുട്ടി നിൽക്കണ്ട, നിന്റെ അമൽ അള്ളാഹു സ്വീകരിക്കൂല. അതായത് ഒരു ജനതയുടെ നായകൻ, ആ ജനത അയാളെ വെറുക്കുന്ന നിലക്കാണ് നായകനായി വിലസുന്നതെങ്കിൽ അവന്റെ അമൽ അള്ളാഹുവിന് വേണ്ട. രണ്ടാമത്തെ വിഭാഗം, ഒരു പെണ്ണ് രാത്രി ഭർത്താവിനോട് പിണക്കമിട്ടു. ആ പെണ്ണാവട്ടെ
രാത്രി ഭർത്താവ് പൊരുത്തപ്പെടാതെ കിടന്നുറങ്ങി. എന്നാൽ അവൾ അന്ന് ചെയ്ത ഒരൊറ്റ അമലും അല്ലാഹുവിന് വേണ്ട. മൂന്നാമത്തേത്, പരസ്പരം വഴക്കടിച്ച് നിൽക്കുന്ന മുഅ്മിനീങ്ങളുടെ രണ്ട് മനുഷ്യന്മാർ ഒരു കാരണമല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും വെക്കാണ് എപ്പോഴും പിണങ്ങി നിൽക്കൂ. അവരുടെ അമലും അല്ലാഹു സ്വീകരിക്കൂല എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി മറ്റൊരു ഹദീസ് കണ്ടോ, ഭർത്താവ് ഒരു പെണ്ണിനെ വിളിച്ചു, എന്നിട്ട് അവള് ആ ആവശ്യത്തിൽ അവന്റെ കൂടെ കൂടിയില്ല. അവള് വേറൊരു സ്വഭാവം കാണിച്ച് മാറിക്കിടന്നാൽ നേരം വെളുക്കുന്നവരെ അവളെ അള്ളാഹുവിന്റെ മലക്കുകൾ ശപിക്കും എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭർത്താവിനെ അനുസരിക്കുക എന്നത് അവൻ വിളിച്ചോടത്ത് എത്തണം, വിളിക്കുമ്പോ എത്തണം. അയാൾ പറയുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നിടത്ത് അവൾ 100% അവളുടെ സാന്നിധ്യം ഉറപ്പുവരുത്തണം. കണ്ടോ ഒരു ഹദീസ് കണ്ടോ, തന്റെ കിടപ്പറയിലേക്ക് ഭാര്യയെ ഭർത്താവ് വിളിച്ചു, ഭാര്യ വിസമ്മതിച്ചു. എന്നാൽ ഇദ്ദേഹം അവളോട് കോപിച്ചുകൊണ്ട് ആ രാവ് കഴിച്ചുകൂട്ടി. എന്നാൽ നേരം വിളിക്കുന്നവരെ മലക്കുകൾ ഇവളെ ഈ രാത്രി മുഴുവൻ ഇങ്ങനെ ശപിച്ചുകൊണ്ടിരിക്കുമെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പൊ അത്രത്തോളം ഈ വിഷയത്തിൽ അള്ളാഹു പുരുഷന്റെ കൂടെയാണ്, അള്ളാഹുവിന്റെ ദീന് പുരുഷന്റെ കൂടെയാണ്. ഭാര്യ എന്ന പദവി ഇവന്റെ ഭരണത്തിന്റെ കീഴിൽ വരുന്ന പെണ്ണ് എന്ന സ്ഥാനത്തിനുള്ളതാണ്. അതുകൊണ്ട് അത് പൂർണ്ണമായും അവൾ അംഗീകരിക്കണം, ഉൾക്കൊള്ളണം. എന്തിനാണ് അള്ളാഹു ഈ ഇണക്കവും പിണക്കവും ഒക്കെ വെച്ചത്? ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിന്റെ ഏറ്റവും വലിയ സമാധാനമാണ് അവള്. എല്ലാം വാടി എല്ലാം കയ്യിൽ നിന്ന് പോയി തകർന്ന് തരിപ്പണമായി മുഖം വാടി വീട്ടിലേക്ക് വരുമ്പോ അവൾ ആ മുൻവശത്ത് അദ്ദേഹത്തെ സ്വീകരിക്കുന്നിടത്ത് എല്ലാ സങ്കടവും മറക്കും വിധം അവൾ സജ്ജയായി നിൽക്കണം എന്നാണ് പരിശുദ്ധ ദീൻ പഠിപ്പിച്ചത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون. സൂറത്ത് റൂം. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് നിങ്ങളുടെ ശരീരത്തിൽ നിന്നും അവൻ നിങ്ങളുടെ ഇണയെ പടച്ചു എന്നത് റബ്ബിന്റെ ദൃഷ്ടാന്തമാണ്. എന്തിനാണ് അല്ലാഹു നിങ്ങൾക്ക് ഇണകളെ തന്നതെന്നറിയുമോ? ലിതസ്കുനൂ ഇലൈഹാ, അവളിൽ നിന്നും നിങ്ങൾക്ക് സമാധാനമുണ്ടാവാൻ വേണ്ടി. ഈ ദൗത്യം പൂർത്തീകരിക്കൽ പെണ്ണിന്റെ ഏറ്റവും വലിയ ബാധ്യതയാണെന്ന് ഖുർആൻ. തന്റെ ഭർത്താവിന് സമാധാനം കൊടുക്കാൻ, പെണ്ണെ നീ കുത്തുവാക്ക് പറഞ്ഞവനെ നോവിക്കല്ലേ, നീ അവന്റെ മുന്നിൽ ചിരിച്ചു കാണിക്കണേ, അവനെ സാന്ത്വനപ്പെടുത്തണേ, നല്ല വാക്ക് പറയണേ. മുഷിഞ്ഞിട്ടാണെങ്കിലും അവൻ നിന്നോട് സംസാരിച്ചാലും നീ ചിരിച്ചിട്ട് കേൾക്കണേ പെണ്ണേ. വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, നിങ്ങൾക്കിടയിൽ അവൻ കരുണയും അനുരാഗവും കൊണ്ടുവന്നതെത്ര മനോഹരമായ സൃഷ്ടിപ്പിലൂടെയാണ്. ശരിക്കൊന്നാലോചിച്ചാൽ ഒരു ഭാര്യയും ഭർത്താവും ഏതൊരു ബന്ധത്തിലൂടെ, ഏതൊരു അദൃശ്യമായ ഞാണിലൂടെയാണോ കോർക്കപ്പെട്ടിരിക്കുന്നത്, അവരൊന്നാണല്ലോ, അവരൊരു ജോഡിയാണല്ലോ. ഈ ഒരു സ്നേഹത്തിന്റെ ഏറ്റവും സുദൃഢമായ ബാന്ധവത്തെ ഒന്നിരുന്ന് ആലോചിച്ചാൽ ഇന്ന ഫീ ദാലിക ലആയാതിൽ ലിഖൗമി യതഫക്കറൂൻ. അള്ളാഹുവിനെ ബോധ്യപ്പെടാനുള്ള ധാരാളം കാര്യങ്ങൾ ഈ ബന്ധത്തിന്റെ ഇടയിൽ അള്ളാഹു വെച്ചിട്ടുണ്ടെന്ന് ഖുർആൻ. അള്ളാഹുവേ, നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഒരു ഖബറിൽ കാണാം, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഖബറിൽ കാണാം, മഹാനായ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹയുടെ പ്രിയപ്പെട്ട ഭാര്യ ഉമ്മു സുലൈമിന്റെ കഥ ഒരുപാട് സ്ഥലങ്ങളിൽ പല ഹദീസ് ഗ്രന്ഥങ്ങളിലും ഇത് കാണാവുന്നതാണ്. മഹാനായ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ മരിക്കുന്നു, അദ്ദേഹം യാത്രയിലാണ്. അപ്പോ അദ്ദേഹത്തിന്റെ ഭാര്യ ഉമ്മു സുലൈം വീട്ടുകാരോട് പറയുന്നുണ്ട്, ലാ തുഹദ്ദിസു അബാ ത്വൽഹത ബിബ്നിഹി ഹത്താ അകൂന അന ഉഹദ്ദിസുഹു. ഭർത്താവ് ഇന്ന് വരും, അദ്ദേഹം ഇന്ന് വരും, യാത്ര കഴിഞ്ഞ് കച്ചവടം കഴിഞ്ഞെത്തും. അദ്ദേഹം വരുമ്പോ മകൻ മരിച്ച കാര്യം നിങ്ങൾ ആരും പറയണ്ട,
ഞാൻ പെറ്റു വളർത്തിയ എന്റെ പൊന്നുമോൻ മരിച്ച കാര്യം അദ്ദേഹത്തോട് ഞാനായിരിക്കും ആദ്യം പറയാം. നിങ്ങൾ ആരും പറയല്ലേ. ഇതൊന്നും അറിയാതെ അദ്ദേഹം വീട്ടിലേക്ക് കടന്നവരാണ്. അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു ഈ സംഭവം അറിയാതെ മകന്റെ മരണമറിയാതെ വീട്ടിലേക്ക് കടന്നു വന്നു. മഹ്ദി അവറുകൾ ഖറബത ഇലൈഹി അസാ, അദ്ദേഹത്തിന്റെ അത്താഴ ഭക്ഷണം വെച്ച് വിളമ്പി ചിരിച്ചിട്ട് വിളമ്പി കൊടുത്തു. മനസ്സ് പോകയാ, പൊന്നുമോൻ മരിച്ച സങ്കടത്തെ കടിച്ചമർത്തി ഭർത്താവ് യാത്ര കഴിഞ്ഞു വരുന്ന ഭർത്താവിന് കൊടുക്കേണ്ട സ്നേഹത്തിന്റെയും പരിചരണത്തിന്റെയും പരിഗണനയിൽ തന്നെ ചിരിച്ചു കാണിച്ച് വേദന കടിച്ചമർത്തി ഭക്ഷണം വിളമ്പിക്കൊടുത്തു. വയറ് നിറച്ച് ഭക്ഷണം കൊടുത്തു. എന്നിട്ടോ മഹ്ദി അവറുകൾ മുമ്പൊരിക്കലും ചമഞ്ഞൊരുങ്ങാത്ത പോലെ അന്ന് ചമഞ്ഞൊരുങ്ങിയിരുന്നു, ഭർത്താവിനെ ആകർഷിച്ചിരുന്നു. ആ രാത്രിയിൽ അവർ ശാരീരിക ബന്ധത്തിലേർപ്പെട്ടു. ഭർത്താവിന് ശാരീരികമായും മാനസികമായും നല്ല സന്തോഷം കിട്ടി എന്ന അവസ്ഥയിലെത്തിയപ്പോൾ ഭാര്യ പറഞ്ഞു, യാ അബാ ത്വൽഹ. ഇത്രയും വലിയൊരു തൃപ്തിയിലാ മനുഷ്യൻ പാതിരാവിൽ തന്റെ കിടപ്പറയിൽ ഭാര്യയോടൊത്ത് ആ ഏകാന്തതയിൽ പരസ്പരം ഹൃദയത്തോട് ഹൃദയം സംസാരിക്കുന്ന അനുരാഗമൂർധന്യാവസ്ഥയിൽ പെണ്ണ് ഭർത്താവിനോട് പറയാണ്, അബൂ ത്വൽഹ, ഞാനൊന്ന് ചോദിക്കട്ടെ, ഒരു വിഭാഗം ഒരു കുടുംബം മറ്റൊരു കുടുംബത്തിന് അവരുടെ വീട്ടിലെ കുറച്ച് സാധനങ്ങൾ വായ്പ കൊടുത്ത് ഉപയോഗിക്കാൻ, അത് അവർ കൊണ്ടുപോയി ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഈ വീട്ടുകാർക്ക് ഇതിന്റെ ഉടമസ്ഥർക്ക് തിരിച്ചു കൊടുക്കേണ്ടതല്ലേ? കൊടുക്കണോലോ. ലഹുമൻ യംനഉഹും, കൊടുക്കാതിരിക്കാൻ പറ്റോ? ഇല്ല, കൊടുത്തേ പറ്റൂ. അതിന്റെ ഉടമസ്ഥന് തിരിച്ചു കൊടുക്കണം. എന്നാൽ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ പറയാണ്, ഫഹതസിബ് ബിനക, അങ്ങയുടെ മകനെ അല്ലാഹു തന്നതാണ്, അല്ലാഹു തിരിച്ചെടുത്തു, കൂലി ചോദിച്ചോളൂ. മഹാനായ അബൂ ത്വൽഹ തങ്ങൾക്ക് വല്ലാത്ത ദേഷ്യമായി, സങ്കടമായി. അബൂ ത്വൽഹയ്ക്ക് ദീൻ പഠിപ്പിച്ചു കൊടുത്ത പെണ്ണാണ് ഉമ്മു സുലൈം, സാധാരണ പെണ്ണല്ല. ഭർത്താവിന് പോലും മത നിയമങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ വിവരമുള്ള പെണ്ണാണ് ഉമ്മു സുലൈം. ഹബീബായ നബി തങ്ങളെ സല്ലല്ലാഹു അലൈഹി വസല്ലം അത്ഭുതപ്പെടുത്തിയ പാണ്ഡിത്യമുള്ള പെണ്ണാണ് ഉമ്മു സുലൈം. എത്ര വലിയ പാണ്ഡിത്യവും മഹത്വവും ഉണ്ടെങ്കിലും പൊന്നുമോൻ മരിച്ചത് മറച്ചു വെച്ചിട്ട് വയറ് നിറച്ച് ഭക്ഷണം എന്നെ തീറ്റിച്ചല്ലോ, ശാരീരികമായി ഞാൻ ബന്ധപ്പെടേണ്ട അവസ്ഥയിൽ അവൾ എന്റെ മുന്നിൽ കുഴഞ്ഞാടിയല്ലോ, ചിരിച്ചു കാണിച്ചല്ലോ, ചമഞ്ഞൊരുങ്ങിയല്ലോ. പെണ്ണ് ചിന്തിച്ചത് ഈ സങ്കടത്തിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ ആവശ്യവും വിശപ്പും ദാഹവും ഒക്കെ അദ്ദേഹം മറക്കും, ഈ സങ്കടത്തിൽ അങ്ങനെ അലഞ്ഞു നടക്കും. അങ്ങനെ വേണ്ട, അദ്ദേഹം ഒന്ന് ഫ്രഷ് ആവട്ടെ എന്ന് വെച്ച് അദ്ദേഹത്തിന് കിട്ടേണ്ടത് കിട്ടേണ്ട പോലെ കൊടുത്തു, അങ്ങനെ സന്തോഷിപ്പിച്ചു. അത്രയാ മഹ്ദി അവറുകൾ ഭർത്താവിനോടുള്ള ഉത്തരവാദിത്തം സ്വന്തം കുഞ്ഞ് മരിച്ച സമയത്ത് പോലും അവർ കൃത്യമായി നിർവഹിച്ചു എന്ന ഒരു സന്ദേശം ലോകത്തിന് പാഠമാണ് ഈ മഹാനായ സ്വഹാബി അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഓടിച്ചു. എന്നിട്ട് പറഞ്ഞു, കാര്യങ്ങൾ പറഞ്ഞു. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, മോനെ, ഇന്നലെ രാത്രി നീ ബന്ധപ്പെട്ടല്ലോ നിന്റെ ഭാര്യയുമായി. അതിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അതായത് ഒരു കുട്ടി നഷ്ടപ്പെട്ടതിന് പകരം മറ്റൊരു കുട്ടിയെ അള്ളാഹു പ്രദാനം ചെയ്യുകയാണ് ആ ശാരീരികമായ ബന്ധപ്പെടലിലൂടെ. അതൊരു ഖൈറായി അള്ളാഹു കൊടുക്കുകയാണ്. അതിനുവേണ്ടി മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുകയും അബൂ ത്വൽഹയുടെ ഭാര്യ ഉമ്മു സുലൈമിന്റെ മഹത്വം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറയുന്നതോടൊപ്പം അങ്ങനെ ഒരു മഹ്ദിയെ കുറിച്ച് സ്വഹാബികളുടെ ഇടയിൽ മാതൃകയാക്കാനുള്ള അവരുടെ പ്രത്യേകമായി വൈഭവത്തെ അവതരിപ്പിക്കുകയും ചെയ്തു എന്ന് ഹദീസിന്റെ വ്യാഖ്യാനങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഭാര്യയുമായി ഭർത്താവിന്റെ ഇടപഴക്കത്തിൽ ഭർത്താവിന് എങ്ങനെയൊക്കെ സന്തോഷം കിട്ടാവുന്നു ആ വീക്ക്നെസ്സുകളൊക്കെ ഭാര്യ കണ്ടെത്തിയിരിക്കണം. അദ്ദേഹത്തിന്റെ ദൗർബല്യങ്ങൾ അറിഞ്ഞിരിക്കണം, അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങൾ നടത്തി കൊടുക്കണം. മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആയിഷ റളിയല്ലാഹു അൻഹയുമായി ഓട്ട മത്സരം നടത്തിയ വിഷയം പറയുന്ന ആയിഷ റളിയല്ലാഹു അൻഹയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയും, ഞങ്ങളൊരു യാത്രയിലാണ്. ആ സമയത്ത് ഇമാം അബൂദാവൂദ് ബൈഹഖിയൊക്കെ ഇത് ഉദ്ധരിക്കുന്നുണ്ട്. അന്നഹാ കാനത്ത് മഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ സഫർ ഖാലത്ത്
ഞാൻ യാത്രയിലെ നബി തങ്ങളോട് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയെ ഇനി നമുക്കൊന്ന് ഓടിയാലോ? ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെട്ടതാ. അതിനെന്താ ആയിഷ റളിയല്ലാഹു അൻഹ, നമുക്ക് ഓടാലോ? അങ്ങനെ രണ്ടുപേരും ഓട്ട മത്സരം നടത്തി. പക്ഷെ ആയിഷ റളിയല്ലാഹു അൻഹ പറയാ, ഫസബഖതുഹു അലാ റിജ്ലയ്യ, ഞാനാണ് ഓടി ജയിച്ചത്. ഫലമ്മാ ഹമിൽതുൽ ലഹമ, പിന്നെ എനിക്ക് വണ്ണം വെച്ചു. ആ സമയം ഞാൻ അവിടത്തോട് ആവശ്യപ്പെട്ടു, ഒന്ന് നമുക്ക് ഓട്ട മത്സരം നടത്താന്ന്. ആദ്യം റസൂലുള്ളാഹി തോറ്റു കൊടുത്തു സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത് ആയിഷ ബീവി മത്സരത്തിന് വന്നെങ്കിൽ ആദ്യം തോറ്റു കൊടുക്കണം. അങ്ങനെ ചില ട്രിക്കുകളുണ്ട്. ജയിക്കൂന്ന് ഉറപ്പാ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാലും തോറ്റു കൊടുത്തെന്താ, ഒന്ന് പൊന്തിച്ച് വെച്ചാ ഇനിയും വിളിച്ച ഓട്ട മത്സരം വേറെ നടക്കാനുണ്ട് ഇതിനു ശേഷം. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കളി വിനോദങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ഉണ്ടാവണം. അപ്പൊ ഇനി വിളിച്ചാ വരണമെങ്കിൽ ആദ്യം ഒന്ന് തോറ്റു കൊടുത്താലേ വരുള്ളൂ. അല്ലെങ്കിൽ ആദ്യത്തെ ചമ്മലില് രണ്ടാമത് വിളിച്ചാൽ വന്നോളണമെന്നില്ല. അതും ഒരു മനഃശാസ്ത്രപരമായ സമീപനാണ്. മഹദി അവരുകൾ പറയുന്ന കേട്ടോ, പിന്നീട് എനിക്ക് വണ്ണമൊക്കെ വെച്ച് നല്ലോണം തൂക്കമൊക്കെ വെച്ച് കഴിഞ്ഞപ്പോ നിബിതങ്ങളാ ജയിച്ചത്. അന്ന് എനിക്ക് വണ്ണം ഉണ്ടായതുകൊണ്ടാ. വണ്ണം ഇല്ലാർന്നപ്പോഴും നിബിതങ്ങൾ തന്നെയാ ജയിക്കേണ്ടത്. പക്ഷേ മനഃപൂർവ്വം തോറ്റു കൊടുത്തതാ. ഈ ഓട്ട മത്സരം ഒരു പ്രാവശ്യത്തിൽ നിൽക്കേണ്ടതല്ല, ഇനിയും ഓടേണ്ടതുണ്ട്. അപ്പൊ ഓടാനില്ലെങ്കിലും ഒരുമിച്ച് പല കളി വിനോദങ്ങളിലും മത്സരങ്ങളിലും പാട്ടുപാടിയും കളിച്ചും ചിരിച്ചുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷങ്ങൾ കൈമാറാൻ ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ അവസരങ്ങൾ കണ്ടെത്തേണ്ടത് ഇരുപേരുടെയും ഒരു ആവശ്യമായി കാണാം. ഹബീബായ നബി തങ്ങൾ എന്നെ രണ്ടാം വട്ടം മത്സരത്തിൽ പരാജയപ്പെടുത്തിയപ്പോൾ അവിടുന്ന് പറഞ്ഞത്, ഹാദിഹി ബിത്തിൽക സാബിഖ, മുമ്പ് എന്നെ തോൽപ്പിച്ചതിന്റെ പകരം ഞാൻ വീട്ടി എന്നാണ് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ അത്രത്തോളം ഭാര്യ ഭർത്താവിന് സന്തോഷം നൽകുന്നവളായിരിക്കണം. ആയിഷ റളിയല്ലാഹു അൻഹ ധാരാളം സന്തോഷം കൊടുത്തിട്ടുണ്ട് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. ആയിഷ റളിയല്ലാഹു അൻഹ ഖദീജയുടെ പകരമാണെന്ന് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നുണ്ട്. അതായത് മഹാനായ ഇമാം ജലാലുദ്ദീൻ സുയൂത്തിയുടെ അൽ ഖസായിസുൽ കുബ്ര എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ കാണാം. മഹാനവറുകൾ പറയുന്നുണ്ട്, ലമ്മാ മാതത്ത് ഖദീജത്തു ഹസുന അലൈഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്തായപ്പോൾ നബി തങ്ങൾക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാത്ത സങ്കടം തോന്നി. അങ്ങനെ സങ്കടം തോന്നിയപ്പോൾ സമാധാനിപ്പിക്കണമല്ലോ. ഫഅതാഹു ജിബ്രീൽ അലൈഹിസ്സലാം ബിആയിഷത ഫീ മഹ്ദിൻ, ഒരു തൊട്ടിലിലായി ആയിഷ റളിയല്ലാഹു അൻഹയെ ജിബ്രീൽ കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കുക. തൊട്ടിലിലാണ് ആയിഷ റളിയല്ലാഹു അൻഹ, കുഞ്ഞുമോള്. കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഫഖാല ഹാദിഹി തുദ്ഹിബു ബിബഅദി ഹുസ്നിക, നബിയെ അങ്ങയുടെ ഒരുപാട് സങ്കടങ്ങൾ ഈ കുഞ്ഞുമോള് ജീവിതത്തിലേക്ക് കടന്നു വരുന്ന നാളിൽ മാറ്റിക്കളയും നബിയെ. ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു മോളാണിത്, പിന്നീട് അങ്ങയുടെ ഭാര്യയാവാനുള്ളതാണ് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹയെ പരിചയപ്പെടുത്തി ജിബ്രീൽ അലൈഹിസ്സലാം കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടോ വഅന്ന ഫീഹാ ലഖൽഫം മിൻ ഖദീജ, ഖദീജയുടെ പൂർത്തീകരണമാണ് ആയിഷ എന്ന് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം ഹബീബായ നബി തങ്ങളോട് പറയാണ്. അപ്പോൾ പ്രവാചക കുടുംബ ജീവിതത്തിൽ ഭാര്യമാരൊക്കെ ഒന്നിന് ഒരാളെക്കാൾ മെച്ചമാണ് മറ്റേയാൾ എന്ന് പറയും വിധം അവരുടെ ഭർത്താവിനെ അവർ അത്ര കണ്ട് പരിഗണിച്ചിരുന്നു. ഏതായാലും അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നും കുടുംബജീവിതത്തിന്റെ മധുരം കിട്ടിയ ആളാണ് എന്ന് പറഞ്ഞാൽ ആയിഷ ബീവി പ്രിയപ്പെട്ട ഭർത്താവിനെ അത്ര കണ്ട് പരിഗണിച്ചിട്ടുണ്ട്. ഖദീജ ബീവിയുടെ തുടർച്ചയാണ് ആയിഷ റളിയല്ലാഹു അൻഹ. വഹിയിന്റെ ആദ്യ ആരവങ്ങളിൽ അല്ലാഹുവിന്റെ ഹബീബിന് പനി പിടിച്ചപ്പോൾ കെട്ടിപ്പുണർന്നുകൊണ്ട് ചൂട് കൊടുത്ത് ആയിഷ ഖദീജ റളിയല്ലാഹു അൻഹ സമാധാനത്തിന്റെ വാക്കുകൾ പറഞ്ഞു. നബിയെ, അങ്ങ് എന്തിനാണ് വിഷമിക്കുന്നത്? കുടുംബബന്ധം ചേർക്കുന്നവരും പ്രയാസങ്ങൾ ഏറ്റെടുക്കുന്നവരും അതിഥി സൽക്കാരം നടത്തുന്നവരും പാവങ്ങളെ സഹായിക്കുന്നവരുമാണല്ലോ അങ്ങ് എത്രയോ ആളുകളുടെ പ്രയാസങ്ങൾ സ്വയം ഏറ്റെടുത്തിട്ടുണ്ട്. അങ്ങേക്ക് അള്ളാഹു ഒരു പ്രയാസം വരുത്തൂല നബിയെ. ഈ വാക്ക് ഹബീബായ നബിയെ സംബന്ധിച്ചിടത്തോളം സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ ധൈര്യമാണ് നൽകിയത് എന്ന് സ്വഹീഹുൽ ബുഖാരി പോലെയുള്ള ഗ്രന്ഥങ്ങളുടെ വ്യാഖ്യാനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അത്രത്തോളം ഒരു ഭാര്യയിൽ നിന്നും ഭർത്താവിന് താങ്ങും തണലും കിട്ടുക എന്ന് പറയുന്നത് ശരിക്കും കാണാൻ കഴിയുന്ന ജീവിതമായിരുന്നു ഖദീജ റളിയല്ലാഹു അൻഹയുടേത് എന്ന് ചരിത്രം പറയുകയാണ്. ഒരിക്കൽ കയ്യിൽ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളവും ഭക്ഷണവും ഒക്കെ കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കിലേക്ക് ഖദീജ വരുന്ന രംഗം സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം കണ്ടുകൊണ്ട് നിൽക്കുക റളിയല്ലാഹു അൻഹ.
മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയെ, ആ വരുന്ന ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് അല്ലാഹു അസ്സലാമു അലൈക്കും അറിയിച്ചതായി പറയണം നബിയെ എന്ന് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം. അത്രത്തോളം ഖദീജ റളിയല്ലാഹു അൻഹ കുസൃതിയായിരുന്നല്ലോ. ഹബീബിനെക്കാളും 15ഓളം വയസ്സ് പ്രായം കൂടുതലുണ്ടായിട്ടും പ്രായത്തിൽ അപ്പുറം കടന്ന ഒരു കുസൃതി കുസുമമായിരുന്നു സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം. അവിടുത്തെ സമീപത്തിൽ വരുമ്പോൾ അവിടുന്ന് വഹയിന്റെ ഭാരം കൊണ്ട് അവിടുന്ന് വിയർക്കുകയും ശാരീരികമായ ചില പ്രയാസങ്ങൾ അനുഭവപ്പെടുകയും ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വിയർക്കുന്ന നേരത്ത് ഇത് വഹിയാണോ അതോ നബി തങ്ങൾക്ക് ശാരീരിക അസ്വസ്ഥത വരുന്നതാണോ എന്നറിയാൻ വേണ്ടി തലയിലെ തട്ടൻ മുടിവിട്ട് പതുക്കെ താഴ്ത്തുകയും അതുപോലെ ഇറക്കിയിടുകയും ഒക്കെ ചെയ്തു ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വരവിനെ പരീക്ഷിച്ചിട്ടുണ്ട് സയ്യിദുനാ ഖദീജ റളിയല്ലാഹു അൻഹ. അപ്പോൾ ഒരു കുസൃതി ആ പ്രായ വ്യത്യാസമില്ലാതെ ഭാര്യമാരിൽ എപ്പോഴും കാണപ്പെട്ടേക്കാം. അതൊക്കെ സന്തോഷകരമായ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അടയാളമാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഹബീബായ നബി തങ്ങൾക്ക് മറക്കാൻ കഴിയാത്ത ഓർമ്മയായി ഖദീജ അള്ളാഹുവിന്റെ ഹബീബിന്റെ മനസ്സിൽ റളിയല്ലാഹു അൻഹ കൂടുകയാണ്. ആയിഷ ബീവി പറയുകയാണ്, മാ ഗർതു അലാ അഹദിൻ മിൻ നിസാഇൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാ ഗർതു അലാ ഖദീജ. ഖദീജ റളിയല്ലാഹു അൻഹയോട് എനിക്ക് കോപം തോന്നിയ പോലെ ഒരൊറ്റ പെണ്ണിനോട് നബി തങ്ങളുടെ പത്നിമാരിൽ എനിക്ക് കോപം തോന്നിയിട്ടില്ല. വമാ റഅയ്തുഹാ, ഖദീജ ബീവിയെ ഞാൻ കണ്ടിട്ടില്ല. എന്നാലും ഞാൻ കാണാത്ത ഖദീജയോട് റളിയല്ലാഹു അൻഹുന്ന എനിക്ക് കോപമാണ്. കാരണം വലാകിൻ കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുക്സിറു ദിക്റഹ, എപ്പോഴും മരണപ്പെട്ടു പോയ ഖദീജ റളിയല്ലാഹു അൻഹയെ കുറിച്ച് നബി തങ്ങൾ ഇങ്ങനെ പുകഴ്ത്തി പറയും. അത് കേൾക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരും. വല്ലപ്പോഴും വല്ല ആടിനെയും അറുത്താൽ വല്ലപ്പോഴും വല്ല ആടിനെയും നബി തങ്ങൾ അറുത്തു കഴിഞ്ഞാൽ ആടിന്റെ കുറവുകൾ എങ്ങനെ വെട്ടി നുറുക്കി മാറ്റി മാറ്റി വെക്കുമ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹയുടെ കൂട്ടുകാരികൾക്ക് ഇന്ന വശം കൊടുക്കണം, ഈ ഭാഗം ഖദീജയുടെ ഇന്ന കൂട്ടുകാരിക്ക്, അങ്ങനെ പറഞ്ഞ് മാറ്റി മാറ്റി വെക്കും ഈ മാംസം മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫറബ്ബമാ ഖുൽതു ലഹു കഅന്നഹു ലം യകുൻ ഫി ദുനിയ ഇംറഅത്തുൻ ഇല്ലാ ഖദീജ. ചിലപ്പോഴൊക്കെ ഞാൻ പറഞ്ഞു പോവാറുണ്ട്, നബിയെ, അങ്ങ് ഈ പറയുന്നത് കേട്ടാൽ, അങ്ങ് ഈ സ്നേഹം കാണിക്കുന്നത് കണ്ടാൽ ലോകത്ത് ഖദീജ എന്ന് പേരുള്ള ഒരു പെണ്ണ് മാത്രമേ ഉള്ളൂ എന്ന് തോന്നിപ്പോവും നബിയെ. അപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് പറയും, ഇന്നഹാ കാനത്ത് വകാനത്ത്, അതൊരു പെണ്ണായിരുന്നു. ആയിഷ ഖദീജ റളിയല്ലാഹു അൻഹ എന്ന മഹദി ഒരു നല്ലൊരു ഭാര്യയായിരുന്നു ആയിഷ. വകാനലി മിൻഹാ വലദ്, എനിക്ക് മക്കളെ തന്നവളല്ലേ എന്റെ ഖദീജ റളിയല്ലാഹു അൻഹ. 6 മക്കളെ കൊടുത്തിട്ടുണ്ട് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. 6 മക്കള്. ആകെ ഫാത്തിമ ബീവിയെ മാത്രം നമ്മൾ കേട്ടിട്ടുള്ളൂ. 6 മക്കളിൽ 2 ആണും 4 പെണ്ണുമുണ്ട്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കളായ ഖാസിം, അബ്ദുള്ള, ഉമ്മു കുൽസും, ഫാത്തിമ, റുഖിയ, അതുപോലെ തന്നെ സൈനബ് എന്ന ഈ 6 മക്കളുടെ ഉമ്മയാണ് ഖദീജ റളിയല്ലാഹു അൻഹ. അത്രത്തോളം ജീവിതത്തിൽ ഒരു ഭാര്യ എങ്ങനെ ആവണം എന്ന് പഠിപ്പിക്കുകയാണ് ഈ ജീവിതം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നല്ല ഭാര്യമാര് എങ്ങനെയാവണമെന്ന് ഖദീജ റളിയല്ലാഹു അൻഹയുടെയും ആയിഷ റളിയല്ലാഹു അൻഹയുടെയും ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അള്ളാഹു ഈ ഇൽമു കൊണ്ട് നമുക്ക് അമല് ചെയ്യാനുള്ള ഭാഗ്യം നൽകട്ടെ. കുടുംബ ജീവിതത്തിലൊക്കെ അള്ളാഹു സന്തോഷം തരട്ടെ.